ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നലെ സ്റ്റഡി നോട്ട് 4 സ്റ്റാർട്ട് ചെയ്തു അല്ലെ? കുറച്ച് തിയറി ഒക്കെ പറഞ്ഞു, കുറച്ച് പ്രോബ്ലം ഒക്കെ ചെയ്തു, അസൈൻമെന്റ് പ്രോബ്ലം ചെയ്തു. ഒരു പ്രോബ്ലം നമ്മൾ ഒന്നിച്ച് ചെയ്തു, ഒരു പ്രോബ്ലം ഞാൻ പകുതി ചെയ്തു, ഒരു ക്വസ്റ്റ്യൻ അതിലെ തന്നെ ഹോംവർക്ക് ഇട്ടിരുന്നു അല്ലെ? എന്താ ഇത്ര പാട്? പെട്ടെന്ന് ഇങ്ങോട്ട് അയച്ചാട്ടെ, ഒത്തിരി ഒന്നും വൈകരുതേ. നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. നിങ്ങൾക്ക് എക്സാമിന്റെ സമയത്ത് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യത്തക്ക രീതിയിൽ സ്പീഡ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേപോലെ നിങ്ങൾ ചെയ്തു വരണം. അല്ലെങ്കിൽ കുറെ സമയം ഇതിനങ്ങ് പോകും. നിങ്ങൾക്കറിയാം, എവിടെങ്കിലും ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പോന്നെ? ഒന്നേന്ന് ചെയ്യണം അല്ലെ? എവിടെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും തെറ്റും. അതുകൊണ്ട് ഒന്നേന്ന് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അതിന് സമയം എടുക്കും. പക്ഷെ നിങ്ങൾ പ്രാക്ടീസ്ഡ് ആയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സമയത്തിന്റെ അമിത ഉപയോഗം നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതുമായിട്ട് വരുന്ന, അതായത് അസൈൻമെന്റ് പ്രോബ്ലം ആയിട്ട് തന്നെ ഏകദേശം ഒരു സാമ്യമൊക്കെ ഉള്ള ട്രാൻസ്പോർട്ടേഷൻ മോഡലാണ്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ട്രാൻസ്പോർട്ടേഷൻ മോഡലിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ടേബിൾസ് ഒന്നും, അതായത് അസൈൻമെന്റ് പ്രോബ്ലത്തിൽ നമ്മൾ വരച്ച അത്രയും ടേബിൾസ് ഒന്നും ട്രാൻസ്പോർട്ടേഷൻ മോഡലിൽ ആവശ്യമായിട്ട് വരില്ല. അതേ ഒരു അഡ്വാൻറ്റേജ് ഉള്ളൂ. ഇവിടെ കൂടി പോയ 2 ടേബിളിന്റെ ആവശ്യകതയെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ട്രാൻസ്പോർട്ടേഷൻ മോഡൽ എന്ന്. നിങ്ങൾക്ക് അറിയാമോ? എൻകോം കഴിഞ്ഞവർക്കൊക്കെ അറിയാമായിരിക്കും എന്താണ് ട്രാൻസ്പോർട്ടേഷൻ മോഡൽ എന്നുള്ളത്. ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു പ്ലാന്റ്, അവിടെ ഒട്ടനവധി പ്രൊഡക്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടാവും അല്ലെ? അവരെ നമുക്ക് ഫാക്ടറി തന്നെ വെച്ചാൽ മതിയോ? അത്തരം പ്രൊഡക്ട്സുകളെ ഫാക്ടറി തന്നെ വെച്ചാൽ മതിയോ? പോരാ. എവിടേക്ക് എത്തിക്കണം? വെയർ ഹൗസുകളിലേക്ക് എത്തിക്കണം അല്ലെ? വെയർ ഹൗസിൽ വെച്ചാൽ മതിയോ? അല്ല, അവിടുന്ന് ഹോൾസെയിലേഴ്സിന്റെ കയ്യിൽ കൊടുക്കണം. വേണ്ടേ ട്രാൻസ്പോർട്ട് ചെയ്യാൻ? അതുപോലെ തന്നെ ഹോൾസെയിലേഴ്സിൽ നിന്ന് റീറ്റെയിലേഴ്സിന്റെ കയ്യിലായിട്ട് അവിടേക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മളായിട്ടുള്ള കസ്റ്റമേഴ്സിന് ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ലഭിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് പറയാം, ഒരു ഒറിജിനിൽ നിന്ന്, അതായത് ഫാക്ടറിയോ പ്ലാന്റോ, അവിടെ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക്, അതായത് നമ്മളായിട്ടുള്ള കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ വെയർ ഹൗസ് അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സ്, അവരിലേക്ക് എത്തുന്ന സാഹചര്യത്തില് ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിൽ വേണം, അതും മിനിമം കോസ്റ്റിലും ആയിരിക്കണം. മനസ്സിലായോ? ഒരു ഒറിജിനിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അതെങ്ങനെയായിരിക്കണം? മിനിമം കോസ്റ്റിലും ആയിരിക്കണം, എന്നാൽ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിലുമായിരിക്കണം. അതിനെയാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇത് വളരെ കുഴപ്പം പിടിച്ചൊരു സംഗതിയാണ്. ഈ ഓപ്പറേഷൻ മാനേജറെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമൊന്നുമല്ല. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത് ചെയ്യാൻ. ഓക്കെ, മനസ്സിലായോ? അപ്പോ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ മോഡൽ എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അതിന് വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ്. ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തില് നമ്മൾ അസൈൻമെന്റ് പ്രോബ്ലം പറഞ്ഞതുപോലെ തന്നെ എന്തുണ്ട്? ബാലൻസ്ഡും ഉണ്ട്, അൺബാലൻസ്ഡും ഉണ്ട്. ചിലപ്പോൾ ബാലൻസ്ഡ് ആയിരിക്കും, ചിലപ്പോൾ അൺബാലൻസ്ഡ് ആയിരിക്കും. ഒരു പ്രോബ്ലം ചെയ്യാൻ നേരം നമ്മൾ എങ്ങനെയാണ് അത് അൺബാലൻസ്ഡ് ആണോ ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്? അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അസൈൻമെന്റ് പ്രോബ്ലം പോലല്ല ഇവിടെ കേട്ടോ. അസൈൻമെന്റ് പ്രോബ്ലം പോലല്ല ഇവിടെ ബാലൻസ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്ന് നോക്കുന്നത്. വേറെ കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഇവിടെ 2 സിറ്റുവേഷൻ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ബാലൻസ്ഡ് സിറ്റുവേഷൻ ഉണ്ട്, അൺബാലൻസ്ഡ് സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പം അത് കറക്റ്റ് ചെയ്തിട്ട് വേണം പ്രോബ്ലം ചെയ്ത് തുടങ്ങാൻ. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പൊ റിയൽ ലൈഫ് സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ സപ്ലൈ ആയിരിക്കും എല്ലാ ഫാക്ടറിയിലും കൂടുതൽ. ഏതൊരു കൺസേൺ എടുത്തു കഴിഞ്ഞാലും റിക്വയർമെന്റ്സിനേക്കാളും കൂടുതൽ അവർ സപ്ലൈ നടത്താറുണ്ട് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ. അപ്പൊ അങ്ങനെ വരുമ്പോ സപ്ലൈ കൂടുതൽ നടത്തുമ്പോ എന്താ സംഭവിക്കുക? സപ്ലൈ കൂടുതൽ നടത്തുമ്പോൾ വെയർ ഹൗസ് നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ ഇല്ലാതെ വരും. അപ്പൊ നമ്മളൊരു വെയർ ഹൗസ് കൂടി എന്ത് ചെയ്യേണ്ടി വരും? ആഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. വേണ്ടേ? സപ്ലൈ കൂടിയിരിക്കുമ്പോ എന്താണ്? റിക്വയർമെന്റ് അത്ര ഇല്ല. അപ്പൊ സപ്ലൈ കൂടി നിൽക്കുകയാണ്. അപ്പൊ സപ്ലൈ കുറെ അധികം സ്റ്റോക്ക് ബാക്കി വരും അല്ലെ? സോ അതൊക്കെ സൂക്ഷിക്കാൻ എന്ത് വേണം? നമുക്ക് വേറെ വെയർ ഹൗസ് വേണം. സോ വേറൊരു വെയർ ഹൗസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നേരെ തിരിച്ചാണ് സിറ്റുവേഷൻ എങ്കിലോ? റിക്വയർമെന്റ് ആണ് കൂടുതലെങ്കിലോ? അത്രയും സപ്ലൈ ഇല്ലെന്നുണ്ടെങ്കിലോ? അത്രയും സപ്ലൈ നമ്മൾ ആക്കണം. അതിനെന്ത് ചെയ്യും? പുതിയൊരു ഫാക്ടറി കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായോ? സോ ഇങ്ങനെയാണ് ഇവിടെ ബാലൻസ് ചെയ്യുന്നത്. പ്രോബ്ലത്തിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വരും കേട്ടോ. വേറെ പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ സാധനമാണ്, ശ്രദ്ധിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് 3 മെത്തേഡ്സ് ആണുള്ളത്. 3 മെത്തേഡ്സ്, അതായത് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ മെത്തേഡ്, ലീസ്റ്റ് കോസ്റ്റ് സെൽ മെത്തേഡ്, അതുപോലെ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഈ 3 മെത്തേഡിലും നമ്മുടെ ടെക്സ്റ്റിൽ പ്രോബ്ലം ചെയ്തിട്ടില്ല.
ലാസ്റ്റിൽ പറഞ്ഞ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിച്ച് മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഈ 3 ഇതിലെ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ് എല്ലാ പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഇത് രണ്ടും പഠിക്കണ്ടേ? നിങ്ങൾക്ക് വേണ്ടായോ? കഴിഞ്ഞ എക്സാമിന് ഈ റൂളാണ്. കഴിഞ്ഞ എക്സാമിന് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ മെത്തേഡ് കണ്ടായിരുന്നു ചോദിച്ചിരുന്നത്. ടെക്സ്റ്റിലില്ല, എന്തോ ഈ പഠിക്കണ്ടേ? പഠിച്ചല്ലേ പറ്റുള്ളൂ. നമുക്ക് പഠിക്കാം, ഈസി ആയിട്ട് പഠിക്കാം കേട്ടോ. ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ചിരുന്നാൽ മതി, ഈസി ആയിട്ട് നമുക്ക് റാക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞതാണ്ട് ബാലൻസ്ഡ് ഓർ അൺബാലൻസ്ഡിന്റെ കാര്യം എന്താ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇതങ്ങ് പഠിച്ചോണേ. പഠിക്കണം എന്ന് പറഞ്ഞാൽ വായിച്ചു വിടുക, കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. കാണാതൊന്നും പഠിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പോ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന്റെ സ്റ്റെപ്സുകളൊക്കെ, അതായത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ഏത് മെത്തേഡാ? നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ മെത്തേഡാണ്. അതിന്റെ സ്റ്റെപ്സ് ഒന്നും ഞാൻ പറയാൻ പോകുന്നില്ല. ഒരു പ്രോബ്ലം ചെയ്യുന്നതിലൂടെ നമുക്ക് ആ സ്റ്റെപ്സുകൾ മനസ്സിലാക്കാം, നിങ്ങൾക്ക് എഴുതാനും പറ്റും. ഒരു പ്രോബ്ലം ചെയ്താൽ മതി, നമ്മൾ അസൈൻമെന്റ് ചെയ്തില്ല അതുപോലെ തന്നെ. ഓക്കെ ഓക്കെ. അതിന്റെ ഫസ്റ്റ് പ്രോബ്ലം ഞാൻ മറ്റേ നമ്മുടെ സാഗറിന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് പ്രോബ്ലം ഇലിസ്ട്രേഷൻ 1 നമ്മുടെ സാഗറിന്റെ യൂട്യൂബ് ചാനലിൽ ഫുൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കുക. അതായത് നോർത്ത് വെസ്റ്റ് കോർണർ റൂളിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇലിസ്ട്രേഷൻ 25 ആണ്. നമ്മുടെ ടെക്സ്റ്റിലെ ഇലിസ്ട്രേഷൻ 25. ഒന്നെടുത്തേ നിങ്ങൾ. കണ്ടോ ഇലിസ്ട്രേഷൻ 25? ഒന്ന് വായിച്ചു നോക്കി. മൂന്ന് ഫാക്ടറീസ് ഉണ്ട്, 5 വെയർ ഹൗസുകൾ ഉണ്ട്. 3 ഫാക്ടറീസ്, 5 വെയർ ഹൗസുകൾ. മിനിമം കോസ്റ്റിൽ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരും. ഒന്ന് നോക്കിയേരെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേരെ വേഗം. മിനിമൈസേഷൻ പ്രോബ്ലം ആണല്ലേ? ഓക്കെ, മിനിമൈസേഷൻ ആണ്. വാട്ട് ഈസ് ദ മിനിമം കോസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലാന്റിൽ നിന്ന്, അതായത് ഫാക്ടറിയിൽ നിന്ന് വെയർ ഹൗസുകളിലേക്ക് എത്തിക്കണം. ഡിമാൻഡ് മീറ്റ് ചെയ്യത്തക്ക രീതിയിൽ വേണം എത്തിക്കാൻ. അതുപോലെ തന്നെ മിനിമം കോസ്റ്റും ആയിരിക്കണം അല്ലെ? സോ അതിനെയാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, കണ്ടുപിടിക്കാം. അപ്പൊ നമ്മളൊരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് എന്താണ്, ബാലൻസ്ഡ് ആണോ എന്നാണ്. സോ നമുക്ക് എങ്ങനെ അത് ചെക്ക് ചെയ്യും? നമ്മുടെ അസൈൻമെന്റ് പ്രോബ്ലത്തിലാണെന്നുണ്ടെങ്കിൽ കോളം ഈസ് ഈക്വൽ ടു റോ ആണോ എന്ന് നോക്കിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ റോ ഈസ് ഈക്വൽ ടു കോളം ആണോ എന്ന് നോക്കിയാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ അതല്ല സിറ്റുവേഷൻ. ഇവിടെ നമ്മുടെ സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആണോ എന്ന് നോക്കണം. നിങ്ങൾ ആ സപ്ലൈ സൈഡ് ഒന്ന് ആഡ് ചെയ്ത് നോക്കി, എത്ര വരുമെന്ന്. സപ്ലൈ സൈഡ് ഒന്ന് ആഡ് ചെയ്ത് 400 പ്ലസ് 500 പ്ലസ് 600 അല്ലെ, 1500 വരും. ഇത് നേരെ തിരിച്ചാണ് ഇവിടെ ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ 1500 ആണ് കേട്ടോ, ടെക്സ്റ്റിൽ അത് തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ വരുമ്പോഴോ ഡിമാൻഡ് ഒന്ന് കൂട്ടി നോക്കി. 200 പ്ലസ് 280 പ്ലസ് 240 പ്ലസ് 360 പ്ലസ് 320, 1400 വരുന്നുള്ളല്ലോ. ബാലൻസ്ഡ് ആണോ കുട്ടികളെ? ബാലൻസ്ഡ് അല്ല. അപ്പൊ എന്ത് ചെയ്യും? ബാലൻസ്ഡ് അല്ല, അപ്പൊ എന്ത് ചെയ്യും? സപ്ലൈ ആണ് കൂടുതൽ. അപ്പൊ ആ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യണമെന്നാ പറഞ്ഞേ? കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, സപ്ലൈ റിക്വയർമെന്റിനേക്കാളും അഥവാ ഡിമാൻഡിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സാധനം ബാക്കി വരും. അത് സൂക്ഷിച്ചു വെക്കാൻ എന്താവശ്യമായിട്ട് വരും? വെയർ ഹൗസ് ആവശ്യമായിട്ട് വരും. സോ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വെയർ ഹൗസ് കൂടെ, ഒരു ഡമ്മി വെയർ ഹൗസ് കൂടെ ഇവിടെ യൂസ് ചെയ്യണം. സോ അതിന് കോളത്തിന്റെ പേര് ഡമ്മി എന്ന് കൊടുക്കണം. ഇവിടുത്തെ വാല്യൂ എല്ലാം എന്തായിരിക്കും? സീറോസ് ആയിരിക്കും. സോ ഇത് തമ്മിലുള്ള വ്യത്യാസമായിരിക്കും ഇവിടെ കൊടുക്കേണ്ടത്. എത്രയായിരിക്കും? 100 അല്ലേ? അപ്പൊ 1500 ആയില്ലേ? ഇവിടെ 1500 ആയില്ലേ? നോക്കിയേ, ശരിയാണോ ഞാൻ പറഞ്ഞേ? ഇവിടെ 1500 ആയില്ലേ? ഇപ്പൊ ഡിമാൻഡ് ഈസ് ഈക്വൽ ടു സപ്ലൈ ആയില്ലേ? അല്ലെങ്കിൽ സപ്ലൈ ഈസ് ഈക്വൽ ടു ഡിമാൻഡ് ആയില്ലേ?
സോ അങ്ങനെയാണ് ഡമ്മി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായോ പറഞ്ഞേ? പ്രശ്നമുണ്ടോ? സോ അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡമ്മി കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പ്രോബ്ലം ബാലൻസ്ഡ് ആക്കുക. ഒന്ന് ബാലൻസ്ഡ് ആക്കിക്ക്. പ്രോബ്ലം മിനിമൈസേഷൻ പ്രോബ്ലം ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു മെട്രിക്സ് അല്ലെങ്കിൽ ഈ ഒരു ഡാറ്റ ബാലൻസ്ഡ് ആക്കുക. ഒരു കോളം വരച്ചേ, ഒരു ടേബിൾ വരച്ചോ, ഇതേപോലെ തന്നെ. ഇതാ ഞാനിവിടെ ഒരു ടേബിൾ വരച്ചിട്ടിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ജസ്റ്റ് ഫിഗേഴ്സ് ഒക്കെ ഒന്ന് എഴുതാം, നിങ്ങൾക്കും കൂടെ കാണാൻ പറ്റുമായിരിക്കും. 25 അല്ല, കാണുന്നുണ്ടല്ലോ അല്ലെ? പ്രശ്നമൊന്നുമില്ലല്ലോ. ശരി, ഇവിടെ F1, F2, F3 അല്ലെ? ഇവിടെ വെയർഹൗസ് 1, വെയർഹൗസ് 2, വെയർഹൗസ് 3, വെയർഹൗസ് 4, വെയർഹൗസ് 5. ഒരു ഡമ്മി കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ? വേണം. സോ വാല്യൂ ഇവിടെ 0 ആയിരിക്കും കേട്ടോ. നമുക്ക് അകത്തെ വാല്യൂസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. 74, 56. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇച്ചിരി സൈഡ് പിടിച്ച് എഴുതുക കേട്ടോ. വാല്യൂസ് എഴുതുമ്പോഴേ, ഫിഗേഴ്സ് എഴുതുമ്പോൾ, കോസ്റ്റുകൾ എഴുതുമ്പോൾ ഒന്ന് സൈഡ് പിടിച്ച് എഴുതുക. അതായത് ഇവിടേക്ക് എഴുതി 74, അതുപോലെ 56. കാരണം വേറൊരു സംഗതി ഉണ്ട്, അതാ 54, 62, 68, 0 അല്ലെ? 58, 64, 62, 58, 54, 0, 66, 70, 52, 60, 60, 0. സപ്ലൈ എഴുതി കൊടുത്തേ. സപ്ലൈ അല്ലെങ്കിൽ കപ്പാസിറ്റി എന്ന് പറയും കേട്ടോ. എത്രയാണ് ഫസ്റ്റ് റോയിലെ കപ്പാസിറ്റി? 400, then 500, 600. ഓക്കെ. എന്നാൽ ഡിമാൻഡിലേക്ക് വരുമ്പോ പറഞ്ഞോ, ഡിമാൻഡ് എന്ന് പറഞ്ഞേ. പോരട്ടെ, 200, അതുപോലെ 280, then 240, 360, 320. ഇവിടെ എത്രയാ വരുന്നേ? നമ്മൾ കണ്ടുപിടിച്ചല്ലോ വ്യത്യാസം. മറ്റേത് 1500 ആയിരുന്നു, മറ്റേത് 1400 ആയിരുന്നു. സോ 100 രൂപ. ടോട്ടൽ എത്ര വരും? 1500 അല്ലെ? രണ്ടിടത്തും ഈക്വൽ വരണം. രണ്ടിടത്തും ഈക്വൽ ആയാലേ ബാലൻസ്ഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ഈ ഒരു സൈഡ് കൂട്ടിയാലും 1500 തന്നെ വരണം. നോക്കിയേ, ശരിയാണോ? ശരിയല്ല? ഓക്കെ. ഇനി നമ്മൾ നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാൻ പോവാം. നമ്മൾ ഏത് മെത്തേഡിലാണ് ചെയ്യാൻ പോകുന്നത്? നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ അല്ലെ? നമ്മൾ ടെക്സ്റ്റിൽ ഈ രീതിയിൽ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന നോക്കുക കേട്ടോ. ചെറുതാക്കണം. ഇത്രയും പോലെ, ഇത്രയെങ്കിലും വേണം, നല്ല കാണത്തോ അല്ലേ? ശരി, നമ്മൾ ചെയ്യാൻ പോവാ. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇതാ നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയുമ്പോ ഇതാണ് കോർണർ. നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയുമ്പോ ഇതാണ് കോർണർ. ഇവിടാണ് നമ്മൾ അസൈൻ ചെയ്യേണ്ടത് കേട്ടോ. എന്താണ് അസൈൻ ചെയ്യേണ്ടത്? നിങ്ങൾ ആ പോയിന്റിലെ ഡിമാൻഡ് എത്രയാണെന്ന് നോക്കുക. ഡിമാൻഡ്, അതുപോലെ സപ്ലൈ നോക്കുക. ഡിമാൻഡും സപ്ലൈയും നോക്കുക. അതിൽ ഏറ്റവും ചെറുത് ഏതാണോ അതാണ് അസൈൻ ചെയ്യേണ്ടത്. അതായത് 200 അസൈൻ ചെയ്യുക. 200 അസൈൻ ചെയ്യുമ്പോൾ ഇവിടുന്ന് 200 വെട്ടി 0 എഴുതുക.
0 ആകുന്ന ആ ഒരു കോളം വെട്ടിക്കളയുക, ഇവിടെ 200 കുറയ്ക്കുക. സോ ബാക്കി എത്ര വരും? 200 വരും. മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറയാം. ഇതാണ് നോർത്ത് വെസ്റ്റ് കോർണർ എന്നുള്ളത് സംശയമില്ലല്ലോ. സോ ഇവിടെ എങ്ങനെ അസൈൻ ചെയ്യും? നമ്മൾ ഡിമാൻഡും സപ്ലൈയും നോക്കുന്നു. ആ ഒരു പോയിന്റിൽ. ഓക്കെ, ഏതാണോ കുറവ് അത് നമ്മൾ അസൈൻ ചെയ്യും. 200 അല്ലേ കുറവ്? സോ 200നെ വെട്ടി അവിടെ നമ്മൾ 0 എഴുതുക. ഇവിടെ 0 ആകുന്ന കോളം എന്ത് ചെയ്യണം? വെട്ടിക്കളയണം. ഇവിടെ 400ൽ നിന്ന് 200 മൈനസ് ചെയ്ത് ബാക്കി എഴുതുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ അടുത്ത നോർത്ത് വെസ്റ്റ് കോർണർ ഏതാണ്? ഇനി നമുക്കുള്ളത് ഇത്രയും മെട്രിക്സേ ഉള്ളൂ. ഇതാണ്ട് ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് മെട്രിക്സ്, അല്ലേ? ഇത്രേ ഉള്ളൂ മെട്രിക്സ്. അതിലെ നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയുമ്പോൾ ഇതല്ലേ കോർണർ. ഇവിടെ എത്ര കൊടുക്കാം? ഇവിടുത്തെ ഡിമാൻഡ് എത്ര? 280 ആണ്, അല്ലെ? ഇവിടുത്തെ സപ്ലൈ എത്ര? 200 ആണ്. അപ്പൊ ഏതാ കൊടുക്കാൻ പറ്റുന്നത്? 280 200 ചെറുതല്ലേ കൊടുക്കണ്ടേ? സോ 200 കൊടു. അപ്പൊ 200 വെട്ടി 0 എഴുതിക്കോ. 0 ആകുന്ന റോ വെട്ടണം. ഇവിടെ എത്ര കുറയ്ക്കണം? 200 കുറയ്ക്കണം. ബാക്കി എത്ര ഉണ്ട്? 80. സംഭവം മനസ്സിലായോ? അടുത്ത നോർത്ത് വെസ്റ്റ് കോർണർ ഏതാ? ഇതല്ലേ? ഇത്രയല്ലേ ഉള്ളൂ നമുക്ക്. സോ അവിടെ എത്ര കൊടുക്കാം? ഡിമാൻഡ് ആയിട്ടുള്ള 80 കൊടുക്കുവോ, സപ്ലൈ ആയിട്ടുള്ള 500 കൊടുക്കുവോ? 80 കൊടുക്കും, അല്ലെ? 80 കൊടുത്തപ്പോ ഇവിടെ 0 ആയി. 0 ആവുമ്പോ എന്ത് ചെയ്യണം? നമ്മൾ വെട്ടണം, കോളം വെട്ടിക്കളയണം. ഇവിടെ എന്ത് ചെയ്യണം? 80 കുറയ്ക്കണം. എത്ര വരും? 420 അല്ലെ? 420. ഓക്കെ, അത്രയായി. ഇനി നമുക്കുള്ള എത്രയാ? ദാണ്ട് ഇത്രയും. ഇവിടാണ് നോർത്ത് വെസ്റ്റ് കോർണർ. ഇവിടെ എത്ര കൊടുക്കും? 240 കൊടുക്കോ, 420 കൊടുക്കോ? 240 അല്ലേ കൊടുക്കുക? ഡിമാൻഡ് അല്ലേ കൊടുക്കുക? 240 വെട്ടിക്കോ, 0 എഴുതിക്കോ. ആ കോളം വെട്ടിക്കോ. ഇവിടെ എത്ര കുറയ്ക്കണം? 240 കുറയ്ക്കണ്ടേ? 420 240 കുറച്ചേ. 420 240 180 ആണോ? 180. ഇനി നമ്മുടെ നോർത്ത് വെസ്റ്റ് കോർണർ ഇതല്ലേ? ഇവിടെ എത്ര കൊടുക്കാം? 360 കൊടുക്കോ, 180 കൊടുക്കോ? 180 കൊടുക്കും. ചെറുതല്ലേ? സോ 180 വെട്ടി 0 എഴുതുക. ആ റോ വെട്ടിക്കളയുക. ഇവിടെ 180 കുറയ്ക്കുക. 360ൽ നിന്ന് 180 കുറയ്ക്കുമ്പോ 360 മൈനസ് 180 എത്ര വരും? 180 അല്ലെ? 180. ഇനിയുള്ള നോർത്ത് വെസ്റ്റ് കോർണർ ഏതാണ്? ഇതാണ്, അല്ലെ? ഇവിടെ എത്ര കൊടുക്കാം? 180 കൊടുക്കോ, 600 കൊടുക്കോ? 180 കൊടുക്കോ, 600 കൊടുക്കോ? 180 കൊടുക്കും. സോ 180 0 ആയി. ആ കോളം വെട്ടി. ഇവിടെ 180 കുറയ്ക്കണം. 600ൽ നിന്ന് 180 കുറച്ചേ. എത്ര വരും? 420. ഇനി നമ്മുടെ കോർണർ ഇതല്ലേ? ഇവിടെ എത്ര കൊടുക്കാം? 320 കൊടുക്കോ, 420 കൊടുക്കോ? 320 കൊടുക്കോ, 420 കൊടുക്കോ? 320 കൊടുക്കും. 320 0 ആയി. സോ ഈ കോളം വെട്ടി. ഇവിടെ എത്ര ആയി? 100 ആയി. 420 320 മൈനസ് ചെയ്യുമ്പോ 100 ആയി. സോ നമുക്ക് ആൻസർ എങ്ങനെ ചെക്ക് ചെയ്യാം? നോർത്ത് വെസ്റ്റ് കോർണറിൽ നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്നറിയാൻ ഇവിടെയും സെയിം വാല്യൂ, ഇവിടെയും സെയിം വാല്യൂ വരും. ഈ മൂലയ്ക്ക് നമുക്ക് 100 കൊടുക്കാനും പറ്റും. ഇവിടെയും സെയിം വാല്യൂ, ഇവിടെയും സെയിം വാല്യൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് ശരിയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും, കേട്ടോ. ഈ മൂലയ്ക്ക് വരും. നോർത്ത് വെസ്റ്റ് കോർണറിലെ ഈ മൂലയ്ക്ക് വരുള്ളൂ. ഈ ഒരു മൂലയ്ക്ക് വരുള്ളൂ, കേട്ടോ. മറ്റുള്ള മെത്തേഡിൽ പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ടായിരിക്കും വരിക. ഈ ഒരു കോർണറിൽ വരുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിൽ മാത്രമേ ഉള്ളൂ. അതിലൂടെ നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സിമ്പിൾ. സീനുണ്ടോ? സീനില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് കണ്ട അസൈൻമെന്റ് ഒക്കെ ഒന്ന് എഴുതണ്ടേ? വേണം, എഴുതാം. കോസ്റ്റ് എത്ര വരും നോക്കാം. ഓക്കെ, ഞാൻ അതിനായിട്ട് ഇതൊക്കെ ഒന്ന് തുടക്കുകയാണ്.
നമുക്ക് ജസ്റ്റ് അസൈൻമെന്റ് എല്ലാം നോക്കി ഒന്ന് പെറുക്കി എഴുതി നോക്കാം. ഫാക്ടറി 1 എങ്ങോട്ടേക്കാ ട്രാൻസ്പോർട്ട് ചെയ്തിരിക്കുന്നത്? W1ലേക്കും പോയിട്ടുണ്ട്, W2ലേക്കും പോയിട്ടുണ്ട് അല്ലേ? സോ എത്രയാണ്? 200 ഇൻറ്റു 74 200 ഇൻറ്റു 74 നോക്കിക്കേ. 200 ഇൻറ്റു 74 നോക്കിക്കേ. അതുപോലെ 200 ഇൻറ്റു 56 തമ്മിൽ അങ്ങ് ഇൻറ്റു ചെയ്താൽ മതി. ഇവിടെ തന്നിരിക്കുന്ന വാല്യൂവിനെ നമ്മൾ ഈ സെല്ലിലെ ആ ഒരു കോസ്റ്റുമായിട്ട് ഇൻറ്റു ചെയ്താൽ മതി. നോക്കിക്കേ. അതുപോലെ F2ലേക്ക് വരുമ്പോ F2ൽ നിന്ന് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്? വെയർഹൗസ് 2ലേക്ക് പോകുന്നുണ്ട്, വെയർഹൗസ് 3ലേക്ക് പോകുന്നുണ്ട്, വെയർഹൗസ് 4ലേക്ക് പോകുന്നുണ്ട് അല്ലേ? സോ വെയർഹൗസ് 2ലേക്ക് 80 ഇൻറ്റു 64, അതുപോലെ 240 ഇൻറ്റു 62, ദെൻ 180 ഇൻറ്റു 58, അത്രേ ഉള്ളു അല്ലേ? ദെൻ F3ൽ എവിടേക്ക് പോകുന്നുണ്ട്? F3ൽ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? W4ലേക്ക് പോകുന്നുണ്ട്. എത്രയാണ്? ഒരു 180 ഇൻറ്റു 60 അല്ലെ? ദെൻ എങ്ങോട്ടേക്ക് പോകുന്നു? W5ലേക്ക് പോകുന്നുണ്ട്. എത്ര? 320 ഇൻറ്റു 60. ദെൻ 100 ഡമ്മിയിലേക്ക് പോകുന്നുണ്ട് അല്ലെ? ഡമ്മിയിലേക്ക് പോകുന്നുണ്ട്. 100 ഇൻറ്റു 0 എന്ന് എഴുതിയാൽ മതി. എത്ര തന്നെ വരും? 0 എന്ന് തന്നെ വരും. ഇതെല്ലാം ഒന്ന് ഇൻറ്റു ചെയ്ത് നോക്കിയേ. 200 ഇൻറ്റു 74 എത്ര വരും? 200 ഇൻറ്റു 74 14800 അല്ലെ? കാണുന്നുണ്ടല്ലോ നിങ്ങക്ക്? മുകളിലായി പോയോ? ഞാൻ നിക്ക് പിടിച്ച് താഴോട്ടിടാവേ. ഇപ്പൊ കാണുന്നുണ്ടല്ലോ. ഓക്കെ. പിന്നെ 200 ഇൻറ്റു 56 ചെയ്തു വാ. 80 ഇൻറ്റു 64 5120. 240 ഇൻറ്റു 62 14880 അല്ലേ? 180 ഇൻറ്റു 58 10440. 180 ഇൻറ്റു 60 10800 അല്ലേ? 320 ഇൻറ്റു 60 19200. നിങ്ങൾ ഈ M+ ഒക്കെ ഇട്ട് ചെയ്യുമ്പോൾ തെറ്റിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുകയും കൂടെ വേണം. 1400 പ്ലസ് 11200 പ്ലസ് 5120 പ്ലസ് 14880 പ്ലസ് 10440 പ്ലസ് 10800 പ്ലസ് 19200. നോക്കട്ടെ ശരിയാണോ? എത്ര വരും? ചെക്ക് ചെയ്തോ? എത്ര വരും? 200 × 74 14800 അല്ലേ? ചുമ്മാ അല്ല. നിങ്ങൾ ശരിയായിട്ടാണല്ലോ എഴുതിയത്. എൺപത്തിയാറ് 440 കിട്ടിയെങ്കിൽ ശരിയാണ് ആൻസർ. 86 440 കിട്ടിയോ? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കിട്ടിയോ? ശരിയാണോ? സീനുണ്ടോ? ഒരു സീനും ഇല്ല. ഓക്കെ. വിഷയമുണ്ടോ? വിഷയമില്ലല്ലോ. ഓക്കെ. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലാത്തവരുണ്ടോ? നമുക്ക് വേറൊന്നും ചെയ്താലോ? ഒരു വെറൈറ്റി ടെക്സ്റ്റിലെ അല്ലാത്ത വേറൊന്നും ചെയ്താലോ? എന്താ പറയുന്നത്? കുറച്ചുകൂടെ സംഗതികളൊക്കെ ഉള്ള ഒരു സംഭവം.
മെട്രിക്സ് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. പ്രോഫിറ്റ് മെട്രിക്സ് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. നമുക്ക് നോക്കാം. ഇതാണ്ട് ഈ ക്വസ്റ്റ്യൻ കണ്ടോ? ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് എഴുതിയെടുക്കാം. നമുക്കൊന്ന് ചെയ്യാം. ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് എഴുതിയെടുത്തേ പെട്ടെന്ന്. ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലങ്ങ് ഫോട്ടോ എടുത്തോ കേട്ടോ. ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിലേ ഫോട്ടോ എടുത്തങ്ങ് എഴുതിക്കും. എന്തായാലും ഒരു 2 മിനിറ്റ് ഞാൻ പിടിച്ച് വെച്ചേക്കാം. താഴെ ഉണ്ട് ക്വസ്റ്റ്യൻ, കുറച്ചുകൂടെ ഉണ്ട്, താഴോട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു തരാം ഞാൻ. എ കമ്പനി ഹാസ് 4 factories, F1, F2, F3 and F4, manufacturing same product. Production and material cost differ from factory to factory and are given in the following table. The transportation cost from factory to sales department, അതായത് S1, S2 and S3 are also given. The sales price and total requirement at each sales department and also the product capacity of each factory is given below. Determine most profitable production and distribution schedule and corresponding cost. ഇതാണ് ക്വസ്റ്റ്യൻ. താഴെ ഉണ്ട്. ഫോട്ടോ എടുത്തവര് എടുക്കാത്തവര് വേഗം എടുക്കുക. നമുക്ക് താഴേക്ക് നോക്കാം. ഇതും നമുക്ക് നോർത്ത് വെസ്റ്റ് കോർണറിൽ തന്നെ ചെയ്യാം കേട്ടോ. താഴേക്ക് കൊണ്ടുവരാം ക്വസ്റ്റ്യൻ. ഒരു ടേബിൾ ഉണ്ട്. ഒരു ടേബിൾ നിങ്ങൾ വരയ്ക്കണം. ഏതാണ് ആ ടേബിള്? ഒരു ടേബിൾ അല്ല, 2 ടേബിൾ ഉണ്ട്. കാണുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നും ഇല്ലല്ലോ. നിങ്ങൾ എഴുതുക. ഞാൻ അപ്പോഴത്തേക്ക് ചെറിയൊരു സംഭവം പരിപാടി ചെയ്യട്ടെ.
കഴിഞ്ഞോ? കഴിഞ്ഞവരുണ്ടോ? ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ കാണാനുണ്ടല്ലേ? കാണിക്കാവേ, ഒരു മിനിറ്റ്. ഇപ്പൊ കാണോ? ഇവിടെ നമുക്കേ കോസ്റ്റും അതുപോലെ സെയിൽസ് പെർ യൂണിറ്റും ഒക്കെയാണ് തന്നിരിക്കുന്നത്. സെയിൽസും കോസ്റ്റും തന്നിട്ടുണ്ടെങ്കിൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സെയിൽസും കോസ്റ്റും തന്നിട്ടുണ്ടെങ്കിൽ എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? സെയിൽസിൽ നിന്ന് കോസ്റ്റ് കുറച്ചു കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? സോ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് മെട്രിക്സ് തയ്യാറാക്കണം. പ്രോഫിറ്റ് മെട്രിക്സ് ഇവിടെ തയ്യാറാക്കണം. എങ്ങനെ തയ്യാറാക്കും? അതിനെന്തെങ്കിലും അവൈലബിൾ ആണോ ഡാറ്റാസ്? ആണല്ലോ, ആണല്ലോ, അവൈലബിൾ ആണോ? ആണ്. നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഈ ഫിഗേഴ്സ് ഒക്കെ ഒന്ന് എഴുതാം. S1, S2, S3. അതായത് എന്താണ് S1 എന്ന് പറയുന്നത്? എന്താ? സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? സോ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് S1, S2, S3 എഴുതുക. ബാലൻസ്ഡ് ആണോ എന്ന് നോക്കണേ. ബാലൻസ്ഡ് ആണോ എന്നും കൂടെ നോക്കണേ. അത് നമുക്ക് നോക്കാം. നിക്കേ ഒരു മിനിറ്റ്. S1, S2, S3 എഴുതി. ദെൻ F1, F2, F3, F4. 4 ഫാക്ടറി ആണോ ഉള്ളത്? 4 ഫാക്ടറി ആണോ ഉള്ളത്? F1, F2, F3 ആൻഡ് F4. ഓക്കെ, 4 ഫാക്ടറി ഉണ്ട്. അവിടുത്തെ റിക്വയർമെന്റ് തന്നിട്ടുണ്ട്, അതായത് ഡിമാൻഡ് തന്നിട്ടുണ്ട്. ഡിമാൻഡ് തന്നിട്ടുണ്ട്. എത്രയൊക്കെയാ തന്നിരിക്കുന്നത്? 80, 120, അതുപോലെ 15 അല്ലെ? ശരി. സപ്ലൈ തന്നിട്ടുണ്ടോ? സപ്ലൈ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. എത്രയാ? 10. ദാണ്ട് കിടക്കുന്നു. ഡിമാൻഡ് ദാണ്ട് കിടക്കുന്നു. സപ്ലൈ 10, 50, 150, ദെൻ 50, 100. ബാലൻസ്ഡ് ആണോ ചെക്ക് ചെയ്തേ? ബാലൻസ്ഡ് ആണോ ചെക്ക് ചെയ്യണം. ബാലൻസ്ഡ് ആണോ ചെക്ക് ചെയ്യുക? എങ്ങനെയാ ബാലൻസ്ഡ് ആണോ ചെക്ക് ചെയ്യുന്നത്? ഡിമാൻഡിന്റെ ടോട്ടലും സപ്ലൈയുടെ ടോട്ടലും ഈക്വൽ ആണോ നോക്ക്. 80 പ്ലസ് 120 പ്ലസ് 15, 215 വരും. ഡിമാൻഡ് 215 ഉണ്ട്. 150, 50, 100, 310 ഉണ്ട്. 110, 110. ഈക്വൽ അല്ലല്ലോ. ഈക്വൽ അല്ലല്ലോ. എന്ത് എന്ത്
ഡിമാൻഡ് ആണ് കുറവ്, സപ്ലൈ കൂടുതൽ, അല്ലെ? ആണോ? അങ്ങനെയാണോ സിറ്റുവേഷൻ? അങ്ങനല്ലേ? നോക്കി, 10, 150, 50, 100, 310 ഉണ്ട്. സപ്ലൈ 310 ഉണ്ട്, ഡിമാൻഡ് എത്രയേ ഉള്ളൂ? ഡിമാൻഡ് എത്രയേ ഉള്ളൂ? പോരട്ടെ, 215 ഉള്ളൂ. സപ്ലൈ കൂടുതലാവുമ്പോ കുറെ അധികം സാധനം ബാക്കി വരും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് വെയർ ഹൗസിലേക്ക് സൂക്ഷിക്കണം, അല്ലെ? വെയർ ഹൗസ് ഒരെണ്ണം ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അല്ലെ? ഇവിടെ ആണെന്നുണ്ടെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഒന്നുകൂടെ ഒരു ഡമ്മി കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഡമ്മി കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇതിന്റെ വാല്യൂസ് എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടുത്തെ വാല്യൂ എത്ര വരും? 95 അല്ലേ വരുന്നത്? വ്യത്യാസം 95 അല്ലേ? ഡിമാൻഡിന്റെ ടോട്ടലും സപ്ലൈയുടെ ടോട്ടലും തമ്മിലുള്ള വ്യത്യാസം 95 അല്ലേ? നോക്കിയേ, ആണോന്ന്? ആണോ? ആണ്. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് അടുക്കി എഴുതട്ടെ. അപ്പൊ ബാലൻസ്ഡ് ആയല്ലോ. നമ്മൾ ബാലൻസ് ആക്കി. അയ്യോ അമ്മോ, പണിയായിരുന്നു അല്ലേ? ഒരു പണിയില്ല, ഒരു സീനും ഇല്ല, സുഖമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. 180, 120, 15, 95. ടോട്ടല് 310 അല്ലെ? ഓക്കെ, ബാലൻസ്ഡ് ആയി. ഇനി നമുക്ക് ഇതിലെ ഫിഗേഴ്സ് കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് മെട്രിക്സിലെ ഇവിടുത്തെ ഫിഗേഴ്സുകൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? സെയിൽസ് തന്നിട്ടുണ്ട്. സെയിൽസ്, അതായത് S1-ലെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് 1-ലെ സെയിൽസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഈ കോസ്റ്റ് കുറയ്ക്കുക, ഈ കോസ്റ്റ് കുറയ്ക്കുക, ഈ കോസ്റ്റ് കുറയ്ക്കുക. F1-ൽ ഉണ്ടാകുന്ന ഈ കോസ്റ്റ് കുറയ്ക്കുക, ഈ കോസ്റ്റ് കുറയ്ക്കുക, ഈ കോസ്റ്റ് കുറയ്ക്കുക. ഒന്ന് ചെയ്ത് എത്ര വരും നോക്കി. അതായത് 34 മൈനസ് സെയിൽസിൽ നിന്ന് കോസ്റ്റുകൾ കുറയ്ക്കുന്നു. 34 മൈനസ് 3 ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 3 ആണ്. പിന്നെ റോ മെറ്റീരിയൽ കോസ്റ്റ് 10 ആണ്. പിന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് പെർ യൂണിറ്റ് 15 ആണ്. അപ്പൊ എത്ര വരും? 6 വരും. അത് ഇവിടെ കൊടുക്കണം. ഓക്കെ, നമുക്ക് റോ വൈസ് അങ്ങ് എഴുതാം. അടുത്തത് 34 മൈനസ് F2-ന്റെ കോസ്റ്റ് എത്രയാ? 9 മൈനസ് F2-ന്റെ മെറ്റീരിയൽ കോസ്റ്റ് എത്ര? 9 മൈനസ് പ്രൊഡക്ഷൻ കോസ്റ്റ് എത്ര? F2-ന്റെ 18. എത്ര വരും? -2. മൈനസ് ഒക്കെ കൺസിഡർ ചെയ്യണം. -2. സീനുണ്ടോ? ഇല്ലല്ലോ. അടുത്ത F3-യുടെ എന്ന് പറഞ്ഞ് F3-യുടെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കി. എങ്ങനെയാണ്? 34 മൈനസ് 5 മൈനസ് 12 മൈനസ് 14. എത്ര വരും? 3 ആണോ? 3 അല്ലേ? 3. F4-നെ നിങ്ങളൊന്ന് പറഞ്ഞേ. 34 മൈനസ് 4 മൈനസ് 9 മൈനസ് 13. 8 ആണോ? ഇത്രയല്ലേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? എന്നാൽ അടുത്ത റോയിലേക്ക് വരുമ്പോ S2-ലെ സെയിൽസ് എടുക്കുക 32. S2-ലെ F1-ലെ കോസ്റ്റ് എടുക്കുക, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എടുക്കുക, ദെൻ മെറ്റീരിയൽ കോസ്റ്റ് എടുക്കുക, ദെൻ പ്രൊഡക്ഷൻ കോസ്റ്റ് എടുക്കുക. അപ്പൊ എങ്ങനെ വരും? 32 മൈനസ് E1 മൈനസ് E10 അല്ലെ? മൈനസ് 15. എത്ര വരും? 6. അടുത്ത റോ എടുത്തേ. അടുത്ത റോ അല്ല, അടുത്ത കോളത്തിലെ F2-ന്റെ കണ്ടുപിടിച്ച്. 32 മൈനസ് 7 മൈനസ് 9 മൈനസ് 18. -2 ആണോ? ഇതും -2. അടുത്തത് 32 മൈനസ് 4 മൈനസ് 5 മൈനസ് 12 മൈനസ് അയ്യോ ഇതെടുക്കണ്ടല്ലോ പറഞ്ഞത്. നമ്മളെന്തിനാ ഇതെടുക്കാൻ പോയി? സോറി. 32 മൈനസ് 4 മൈനസ് 12 മൈനസ് 40. ആവേശം കൊടുക്കുക. 32 മൈനസ്
4 മൈനസ് 12 മൈനസ് 14. നിങ്ങൾക്ക് അങ്ങനെ കൂടാം. അപ്പൊ തെറ്റിക്കരുത് കേട്ടോ. 2 അല്ലേ ആൻസർ. ലാസ്റ്റ് F4ന്റെ കണ്ടുപിടിച്ച് എങ്ങനെ വരും? 32 മൈനസ് 5 മൈനസ് 9 മൈനസ് 30 അല്ലെ? 5 ആണോ? 5. അങ്ങനെയാണെങ്കിൽ നീ S3 ഒന്ന് കണ്ടുപിടിച്ച് S3 റോ മൊത്തം ഒന്ന് കണ്ടുപിടിച്ചാ നോക്കട്ടെ ശരിയായിട്ട് കിട്ടുമെന്ന്. കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചോ? ഇങ്ങനെ കിട്ടിയോ എല്ലാവർക്കും? കിട്ടി. ശരി. ഞാനെന്നാ ഇതിനെ ഒന്ന് വൃത്തിയായിട്ട് അപ്പുറത്തേക്കൊന്ന് മാറ്റട്ടെ. വൃത്തിയായിട്ടൊന്ന് എഴുതട്ടെ. S1 S2 S3 ഡമ്മി. പിന്നെ ഡമ്മിയാലൊന്നും ചെയ്യാൻ പോകണ്ട കേട്ടോ. ഡമ്മിയാ നിങ്ങളൊന്നും ചെയ്യരുതേ. ഡമ്മി 0 തന്നെയാ. അതിലൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല. സിക്സ് -2 3 8 6 -2 2 5 1 -3 4 2 3 0 0 0 0 ഡിമാൻഡ് 80 120 15 95 സപ്ലൈ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലേ
ഈ ഒരു പ്രോഫിറ്റ് മെട്രിക്സ് ഉണ്ടാക്കിയിട്ട് ബാലൻസ് ചെയ്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പ്രോഫിറ്റ് മെട്രിക്സ് ഉണ്ടാക്കിയിട്ട് ബാലൻസ് ചെയ്താലും മതി, സീനൊന്നുമില്ല. ഓക്കെ, സപ്ലൈ 10, 150, 50, 310. നോർത്ത് വെസ്റ്റ് കോർണർ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ചെയ്യാം പറഞ്ഞു. ഫസ്റ്റ് റോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോരട്ടെ സ്പീഡ് ആവട്ടെ. ഇതാണ് കോർണർ അല്ലെ. ഇവിടെ എത്ര കൊടുക്കാം? സപ്ലൈ ആയിട്ടുള്ള 10 കൊടുക്കുവോ, ഡിമാൻഡ് ആയിട്ടുള്ള 80 കൊടുക്കുവോ? 10 കൊടുക്കും. 0 ആവും. ആ 0 ആവുന്ന കോളം വെട്ടിക്കളയുക. ഇവിടെ എന്ത് ചെയ്യണം? 10 കുറയ്ക്കണം. എത്രയായി? 70 ആയി. അടുത്ത നോർത്ത് വെസ്റ്റ് കോർണർ ഏതാ? അതല്ലേ 150 കൊടുക്കുവോ അതോ 70 കൊടുക്കുവോ? 70 കൊടുക്കും അല്ലെ. 70 കൊടുക്കും നമ്മൾ. സോ 70 വെട്ടുക, ആ റോ വെട്ടിക്കളയുക. ഇവിടെ എത്ര എണ്ണം? 150 70 കുറയ്ക്കണം. 150 70 കുറച്ച് എത്ര വരും? 80 വരും. അതിനേ ഉള്ളൂ. അടുത്ത കോർണർ ഏതാ? ഇതല്ലേ. ഇത്രയേ ഉള്ളൂ നമുക്ക്. ഇവിടെ എത്ര കൊടുക്കും? 80 കൊടുക്കുവോ 120 കൊടുക്കുവോ? 80 കൊടുക്കും. സോ 80 വെട്ടുക, 0 എഴുതുക, ആ ഒരു കോളം വെട്ടിക്കളയുക. ഇവിടെ 80 കുറയ്ക്കുക. 120 മൈനസ് 80 എത്ര വരും? 40 അല്ലെ. അടുത്ത കോർണർ ഏതാ? ഇതല്ലേ കോർണർ. എത്ര കൊടുക്കും? 50 കൊടുക്കോ 40 കൊടുക്കോ? 50 കൊടുക്കോ 40 കൊടുക്കോ? പറ. 40 കൊടുക്കും അല്ലെ. 40 കൊടുക്കും. സോ 40 0 ആവും, അത് വെട്ടിക്കളയും. അതുപോലെ ഇവിടെ 50 40 കുറയ്ക്കും, ബാക്കി 10 എഴുതും. ഇനിയുള്ള കോർണർ ഏതാ? ഇതല്ലേ. 10 കൊടുക്കുവോ 15 കൊടുക്കുവോ? 10 കൊടുക്കും, 0 ആകും. ഇവിടെ 10 മൈനസ് ചെയ്യണം, ബാക്കി എത്രയായി? 5 ആയി. അടുത്ത കോർണർ ഏതാ? ഇതല്ലേ. ഇവിടെ എത്ര കൊടുക്കും? 100 കൊടുക്കുവോ 5 കൊടുക്കുവോ? 100 കൊടുക്കുവോ 5 കൊടുക്കുവോ? 5 കൊടുക്കും. 5 0 ആയി. 0 ആവുന്ന റോ വെട്ടി. ഇവിടെ എത്രയായി? 5 കുറയ്ക്കണം. 100 5 കുറയ്ക്കണം. 95 ആയില്ലേ. ഇവിടെ 95, ഇവിടെ 95. ശരിയല്ലേ? ആൻസർ ശരിയാണോ ചെയ്തത്? ശരിയാണ്. ഇതിന്റെ പ്രോഫിറ്റ് ഒന്ന് കണ്ടുപിടിച്ചേ. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിച്ചേ. ഈ ഒരു രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത് അല്ലെ. ഒന്ന് നോക്കിക്കേ. S1 ചെറുതാകട്ടെ. ഇവിടെ എഴുതിയ കാണാമല്ലോ അല്ലെ. മുകളിൽ എഴുതിയ കാണാമല്ലോ. സോ S1 നമ്മൾ എങ്ങോട്ട് അലോക്കേറ്റ് ചെയ്യുന്നു? F1ലേക്കും F2ലേക്കും അല്ലെ. സോ എത്ര വരും? 10 into 6ഉം അതുപോലെ 70 into -2 അല്ലെ. 70 into -2. ഓക്കെ. S2 എങ്ങോട്ടേക്കാ പോകുന്നത്? 80 into, അവിടെ അസൈൻമെന്റ് ഉണ്ടല്ലോ. 80 into സോറി, അത് എഴുതണമല്ലോ. എങ്ങോട്ടേക്കാ പോകുന്നത്? S2 F2ലേക്ക് അല്ലെ. F2ലേക്കും ഉണ്ട് F3ലേക്കും ഉണ്ട്. ഓക്കെ, ശരി. F2ലേക്ക് 80 into -2 ആണോ? F3 എന്ന് പറയുമ്പോൾ 40 into 2 വരും. അത്രേ ഉള്ളൂ. S3യിലെ അസൈൻമെന്റ് എവിടേക്കാ? F3യിലേക്കും അസൈൻമെന്റ് ഉണ്ട്, അതുപോലെ F4ലേക്കും ഉണ്ട്. ഓക്കെ, F3യിലേക്കുള്ളത് 10 into 2 ആണോ? ആണ്. 5 into 3 ആണോ? ആണ്. S4 എന്ന് പറഞ്ഞാൽ ഡമ്മി ആണ് അല്ലെ. ഡമ്മിയാണ്. ഡമ്മിക്ക് അലോക്കേഷൻ ഉണ്ടോ? ഉണ്ട്. F4ലേക്ക് എത്ര വാല്യൂ? 95 into 0. ഇത്രയല്ലേ ഉള്ളൂ. സോ ഇതെല്ലാം ഒന്ന് ഇൻറ്റു ചെയ്തേ.
ഇത് ചെയ്തിട്ട് ടോട്ടൽ ഒന്ന് എടുത്ത് ടോട്ടൽ ഒന്ന് എടുത്തോ. നോക്കിയോ നിങ്ങള്? നോക്കിയോ? ടോട്ടൽ എത്ര വന്നു? -125 ആണോ? സോ ലോസ് ആണ്. -125 ലോസ് ആണ് കേട്ടോ. -125 ആണ് വരുന്നത്. സോ ലോസ് ആണ്. അപ്പൊ ഈ ഒരു രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? ലോസ് ആണ് സംഭവിക്കാൻ കേട്ടോ. അതാണ് ഈ ഒരു പ്രോബ്ലം. ഇപ്പൊ നോർത്ത് വെസ്റ്റ് കോർണർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെ? ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ പ്രോബ്ലം തന്നെ ലീസ്റ്റ് കോസ്റ്റ് സെൽ മെത്തേഡിൽ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ലീസ്റ്റ് കോസ്റ്റ് സെൽ മെത്തേഡിൽ നോക്കിയാലോ? റെഡിയാണോ നിങ്ങൾ? കുറച്ച് വെയിറ്റ് ചെയ്യും, ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. ചിലപ്പോൾ ഫൈനൽ ആൻസറിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും, കുഴപ്പമില്ല, ഒരു സീനും ഇല്ല കേട്ടോ. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണമെന്നേ ഉള്ളൂ. ഓരോ റൂള് ചെയ്യുമ്പോഴും, അതായത് നോർത്ത് വെസ്റ്റ് കോർണറും അതുപോലെ ലീസ്റ്റ് കോസ്റ്റ് സെൽ മെത്തേഡ് ചെയ്യുമ്പോഴും വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ മൂന്ന് സമയത്തും 3 ആൻസർ ആയിരിക്കും വരുന്നത്. 3 മെത്തേഡ് വെച്ച് ചെയ്താലും 3 ആൻസർ ആയിരിക്കും വരുന്നത്. അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണം എന്നേ ഉള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ ഇതിന്റെ താഴേക്ക് ഇതുപോലെ തന്നെ ഒരു ബോക്സ് വരച്ചിട്ട് അതിന്റെ മുകളില് ലീസ്റ്റ് കോസ്റ്റ് സെൽ മെത്തേഡ് എന്ന് എഴുതിയാലും മതി കേട്ടോ. കുഴപ്പമൊന്നുമില്ല അതിന്. ലീസ്റ്റ് കോസ്റ്റ് സെൽ മെത്തേഡ്. ഓക്കെ, ലീസ്റ്റ് കോസ്റ്റ് സെൽ മെത്തേഡ്. നിങ്ങൾക്ക് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ മെത്തേഡിന്റെ സ്റ്റെപ്സ് ചോദിച്ചാൽ ഇനി എഴുതരുതോ? ധൈര്യമായിട്ട് എഴുതാം, അത്രേ ഉള്ളൂ. നമുക്ക് വെറുതെ സ്റ്റെപ്പ് എല്ലാം കൂടെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അതിൽ നല്ല ഒരു പ്രോബ്ലത്തിലൂടെ അത് മനസ്സിലാക്കും. അതുകൊണ്ടാണ്. പിന്നെ ഫിഗേഴ്സ് ഞാനൊന്ന് എഴുതിക്കോട്ടെ. 6 - 2. ഒരു കാര്യം ശ്രദ്ധിക്കണം കണ്ടോ, ഇപ്പൊ ഞാൻ ചെയ്ത പോലെ തന്നെ ഇച്ചിരി മൂലക്കോട്ട് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. 6 - 2 അതുപോലെ 3 8 6 - 2 2 5 1 - 4 2 3 0 0 0 0. ഓക്കെ, സപ്ലൈ ഒക്കെ പറഞ്ഞ് 10 150 then 50 100. ഡിമാൻഡിലേക്ക് വരുമ്പോ 80 then 120 15 95. ബാലൻസ് ചെയ്യുമ്പോൾ ഈക്വൽ ആണ് 310. കാരണം നമ്മൾ ഓൾറെഡി ബാലൻസ് ചെയ്താണ് പ്രോബ്ലം, അതുകൊണ്ടാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ എന്താണ്, ഏത് മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്? ലീസ്റ്റ് കോസ്റ്റ് സെൽ മെത്തേഡ് അല്ലെ? എങ്ങനെ ലീസ്റ്റ് കോസ്റ്റ് സെൽ മെത്തേഡ് ഇപ്പൊ പറഞ്ഞുതരാം. ഓരോ റോയും നിങ്ങൾ എടുക്കുക. ഓരോ റോയിലെയും ലീസ്റ്റ് സെൽ ഏതാണെന്ന് നോക്കുക. ലീസ്റ്റ് കോസ്റ്റ് വരുന്ന സെൽ ഏതാണെന്ന് നോക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് റോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും -2 ആണ് ഏറ്റവും ചെറുത്. സോ അവിടാണ് അസൈൻമെന്റ് കൊടുക്കേണ്ടത്. നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സപ്ലൈയും ഡിമാൻഡും നോക്കുക. അതിൽ ഏതാണ് ചെറുതെന്നുള്ളത് നമുക്ക് ഇവിടെ അസൈൻ ചെയ്യാം. പറഞ്ഞ മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് റോ എടുക്കുക, അതിലെ ഏറ്റവും ലീസ്റ്റ് സെൽ ഏതാണെന്ന് നോക്കുക, ലീസ്റ്റ് കോസ്റ്റ് സെൽ ഏതാണെന്ന് നോക്കുക. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും -2 ആണ് ഏറ്റവും ചെറുത്. സോ അവിടാണ് അസൈൻ ചെയ്യേണ്ടത്. ഏതാണ് അസൈൻ ചെയ്യുന്നത്? സപ്ലൈയോ ഡിമാൻഡോ?
സപ്ലൈ ആണോ ഡിമാൻഡ് ആണോ ചെറുത്? ഇവിടെ 150, ഇവിടെ ഡിമാൻഡ് 80. സോ ഡിമാൻഡ് ആണ് ചെറുത്, അത് നമ്മൾ ഇങ്ങോട്ട് അസൈൻ ചെയ്യും. ഇപ്പൊ ഇവിടെ 0 ആയി, നമ്മൾ എന്ത് ചെയ്യുന്നു? വെട്ടിക്കളയുന്നു. ബാക്കിയല്ല അതേപോലെ 150 80 പോയി കഴിഞ്ഞാൽ 70. അടുത്ത റോ എടുക്കുക. അടുത്ത റോയിലെ ലീസ്റ്റ് കോസ്റ്റ് ഏതാണ്? ലീസ്റ്റ് കോസ്റ്റ് സെൽ ഏതാണ്? -2 തന്നെയാണ്. സോ ഇവിടാണ് അസൈൻ ചെയ്യേണ്ടത്. -2 തന്നെയാണ് ഇവിടെ അസൈൻ ചെയ്യണം. എത്രയാ അസൈൻ ചെയ്യേണ്ടത്? 70യോ 120യോ? 70 ആണ് അസൈൻ ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ ഇവിടെ 0 ആയി. നമ്മളിപ്പോ ഇത് വെട്ടിക്കളയും. ഇവിടെ 120യിൽ നിന്ന് 70 കുറയ്ക്കണം. സോ 50 വരും അല്ലെ? അടുത്ത റോ എടുക്കുക. അടുത്ത റോ ഇതും കഴിഞ്ഞു. അടുത്ത ഈ റോ എടുക്കുക. ഈ റോയിൽ ഏറ്റവും ലീസ്റ്റ് ഏതാണ്? ഏറ്റവും ലീസ്റ്റ് ഏതാണ്? റോയില് ഏതാണ് ഇനി ലീസ്റ്റ് ഉള്ളത്? -4 വെട്ടിപ്പോയതാണ്. അപ്പൊ ഇനി ലീസ്റ്റ് ഉള്ളത് 1 ആണ്. സോ ഇവിടാണ് അസൈൻ ചെയ്യേണ്ടത് അല്ലെ? എത്ര കൊടുക്കാം? 10 കൊടുക്കുവോ നിങ്ങള്? അതോ ഏതാണ് 15 കൊടുക്കുവോ? 10 കൊടുക്കും അല്ലെ? സോ 10 0 ആവും. വെട്ടിക്കളയുക. ഇവിടെ 15 10 പോയി കഴിയുമ്പോ എത്ര വരും? 5. അടുത്ത ഡമ്മി എടുക്കുക. ഡമ്മി റോ എടുക്കുക. ഇവിടെ 0 ഏതേലും സീറോസിൽ കൊടുക്കുക. ഏതേലും സീറോസിൽ കൊടുത്തു. ഇവിടെ കൊടുക്ക്. ഇവിടെ കൊടുക്കും. ഇവിടെ കൊടുക്ക്. ഇവിടെ 50 കൊടുക്കാം. ഓക്കെ, 50 കൊടുക്കാം. ഇവിടെ കൊടുക്കാൻ പോയി കഴിഞ്ഞാലേ നമുക്ക് 95 കൊടുക്കേണ്ടി വരും അല്ലെ? 100ഉം 95 നോക്കുമ്പോ 95 ആണ് ചെറുത്. അപ്പൊ 95 കൊടുക്കേണ്ടി വരും. പക്ഷെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 50 കൊടുക്കാം അല്ലെ? 50 ആണോ 95 ആണോ ചെറുത്? 50 അല്ല. സോ 50 കൊടുക്കുക. ഓക്കെ 50 ഇവിടെ കൊടുക്കുമ്പോ 0 ആയി. ഇവിടെ 95ന്ന് 50 കുറയ്ക്കണ്ടേ? 95ന്ന് 50 കുറയ്ക്കുമ്പോ 45 വരും അല്ലെ? 0 ആയത് വെട്ടിപ്പോണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റോ വേണം റോ സ്കാനിങ് എന്നൊക്കെ പറയാം. ഫസ്റ്റ് റോ കഴിഞ്ഞു. ഇനി കോളം ഒന്ന് നോക്കുക. ഫസ്റ്റ് കോളം വെട്ടിപ്പോയതാണ്, സെക്കൻഡ് കോളം വെട്ടിപ്പോയാണ്, തേർഡ് കോളം വെട്ടിപ്പോയാണ്. ഫോർത്ത് കോളത്തിലെ ലീസ്റ്റ് ഏതാ? ഫോർത്ത് കോളത്തിലെ പറഞ്ഞു. ഫോർത്ത് കോളത്തിലെ ലീസ്റ്റ് ഏതാ? പോരട്ടെ. ഫോർത്ത് കോളത്തിലെ 0 അല്ലേ? ഇവിടെ അസൈൻ ചെയ്യരുതോ? എത്ര അസൈൻ ചെയ്യാം? 45 അസൈൻ ചെയ്യാം അല്ലെ? 0 ഇവിടെ 100ന്ന് 45 കുറയ്ക്കണം. എത്ര വരും? 55 വരും അല്ലെ? 55 വരും. അടുത്ത റോ നോക്കുക. ഇവിടെ അടുത്ത 2 റോയിലെ ഏറ്റവും ചെറുത് ഏതാണ്? ലീസ്റ്റ് സെല്ല് ഇതായിരിക്കും അല്ലെ? ഇത് കൊടുക്കാം. 3ക്ക് കൊടുക്കാം. ലീസ്റ്റ് സെല്ല് അതല്ലേ ഉള്ളൂ. ആ പടം 2 ഉള്ളൂ. സോ അതിന് കൊടുക്കും. എത്ര കൊടുക്കാം? 3ക്ക് 5 കൊടുക്കണോ 55 കൊടുക്കണോ? 5 കൊടുക്ക്. 0 ആക്കിക്കൂ. ഇവിടെ 50 അല്ലേ? കണ്ടോ സാധനം വന്നുണ്ടോ? 50 × 5 ലാസ്റ്റ് വന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ ലീസ്റ്റ് കോസ്റ്റ് സെൽ മെത്തേഡ്. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് വെച്ചൊന്ന് അസൈൻ ചെയ്ത് നോക്കുക. നോക്കി എത്ര വരും നോക്കാം. ഒന്നുകൂടെ പറയണോ? സീനുണ്ടോ? സീനൊന്നും ഇല്ല. ഈ റോ സ്കാനിങ്ങും കോളം സ്കാനിങ്ങും ആ വൈസൊന്നും പോണോന്നൊന്നും ഇല്ല. നിങ്ങൾക്ക് ലീസ്റ്റ് കോസ്റ്റ് ഏതാണോ അവിടെ അസൈൻ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു ഓർഡറിന് വേണമെന്നുണ്ടെങ്കിൽ റോ വൈസും കോളം വൈസും അതുപോലെ വീണ്ടും റോ വൈസും കോളം വൈസും ഒക്കെ വരും. ഈ 2 സെല്ലേ ബാക്കിയുള്ളൂ എന്നൊക്കെ വരുമ്പോ അവിടുത്തെ ആദ്യത്തെ ലീസ്റ്റ് സെല്ലിനും കൊടുക്കുക. അത്രേ ഉള്ളൂ. 2 ബാക്കി വരുമ്പോ അവിടെ ഏതാണോ ലീസ്റ്റ് സെല്ല് അതിനാദ്യം കൊടുക്കുക, അതിന് പ്രയോറിറ്റി കൊടുക്കുക. അതിനുശേഷം മറ്റേതിനെ കൺസിഡർ ചെയ്യുക. അത്രേ ഉള്ളൂ. ആൻസർ ശരിയാണോ എന്ന് ഇങ്ങനെ അറിയാം. ഇവിടെയും 50 വരും, ഇവിടെയും 50 വരും. ഞാൻ പറഞ്ഞില്ലേ, നോർത്ത് വെസ്റ്റിന് മാത്രമേ ഈ ഒരു മൂലയെ വരത്തുള്ളൂ. നമ്മുടെ ഈ ലീസ്റ്റ് കോസ്റ്റിനൊന്നും അങ്ങനെ വരത്തില്ല
കേട്ടോ. വോഗൽസിനും അങ്ങനെ വരത്തില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്കുണ്ടല്ലോ, നമ്മൾ ആദ്യം ചെയ്ത ഇലിസ്ട്രേഷൻ 25 ഇല്ലേ, അത് നമുക്ക് ലീസ്റ്റ് കോസ്റ്റ് സെൽ മെത്തേഡിൽ ഒന്ന് ചെയ്ത് നോക്കാം. എന്താ, റെഡിയാണോ? നിങ്ങൾക്ക് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ മെത്തേഡ് എന്താണെന്നും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ മെത്തേഡിൽ ചെയ്ത അതേ പ്രോബ്ലം തന്നെ, അതായത് ഇലിസ്ട്രേഷൻ 25, നമ്മൾ ലീസ്റ്റ് കോസ്റ്റ് സെൽ മെത്തേഡ് ഉപയോഗിച്ച് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ഓക്കെ, ആദ്യം ഞാൻ ഇതൊന്ന് വായിക്കട്ടെ. നിങ്ങളുടെ ആ ഒരു, അതായത് ഡമ്മി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞുള്ള ആ ഒരു ടേബിൾ വരച്ചിട്ടോ, നമുക്ക് ഒന്നിച്ചങ്ങ് ചെയ്യാം. ഡമ്മി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അല്ല പിന്നെ രണ്ടെണ്ണം വരയ്ക്കേണ്ടി വരും, അതിന്റെ ആവശ്യമില്ല. ഒരെണ്ണം മതി, ഒരു ടേബിൾ മതി. ഡമ്മി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് വരയ്ക്കാം. അത് ഞാൻ ഇപ്പൊ വരയ്ക്കുന്ന സാധനം തന്നെ. ഓക്കെ 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 ഓക്കെ, ഫൈൻ ഫൈൻ. W1 അല്ലേ? ഓക്കെ, 0 0 0 ആണ്. ഇതിന്റെ വാല്യൂസ് ഒക്കെ ഒന്ന് എഴുതാവേ. E6, 54, 62, 68, 58, 64, 62, 58, 54, 66, 70, 66, 70, 52, 60, 60. ഓക്കെ, കപ്പാസിറ്റി എത്രയായിരുന്നു, അല്ലെങ്കിൽ സപ്ലൈ എത്രയായിരുന്നു? 400, 500, 600. ഡിമാൻഡ് 200, 280, 360, 320 അല്ലേ? ചെയ്യുമ്പോ ബാലൻസ്ഡ് ആവണ്ടേ? 1500, 100 അല്ലേ? ഇവിടെ 100 വരും, ബാലൻസ് ആയി 1500. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം, ധൈര്യമായിട്ട് ചെയ്യാം. ഏത് മെത്തേഡാണ്? ലീസ്റ്റ് കോസ്റ്റ് സെൽ മെത്തേഡാണ്. ലീസ്റ്റ് കോസ്റ്റ് സെൽ ആ പേരിൽ തന്നെ ഉണ്ട്, എവിടെ അലോക്കേഷൻ ചെയ്യണമെന്നുള്ളത്, എവിടെ അസൈൻ ചെയ്യണമെന്നുള്ളത്. ഓരോ റോയിലെയും ലീസ്റ്റ് എടുക്കുക, ഓരോ റോയിലെയും ലീസ്റ്റ് എടുക്കുക. എന്നെടുത്ത് നോക്കി, ഫസ്റ്റ് റോയിലേക്ക് വരുമ്പോ ഏതാണ് ലീസ്റ്റ്? ഫസ്റ്റ് റോയിലേക്ക് വരുമ്പോ ഫസ്റ്റ് റോയിലെ ലീസ്റ്റ് കോസ്റ്റ് സെൽ ഏതാണ്? പോരട്ടെ, ഏതാ? 74 ആണോ ലീസ്റ്റ്? 56 ആണോ? 54 ആണോ? 62 ആണോ? 68 ആണോ? അല്ല, 0. സോ ഇവിടെ ഡമ്മിയിലാണ് ഇവിടെ അസൈൻമെന്റ് അല്ലേ? 0 ആണ് ഏറ്റവും ലീസ്റ്റ്. സോ അവിടെ എത്ര കൊടുക്കാം? 100 400? 100 400? 100 കൊടുക്കുക. പറഞ്ഞ മനസ്സിലായോ? ആദ്യം ലീസ്റ്റ് കോസ്റ്റ് സെൽ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതിന് എന്ത് ചെയ്യണം? നമ്മൾ അസൈൻ ചെയ്യണം. മനസ്സിലായോ പറഞ്ഞേ? ഓക്കെ, അപ്പോ നമ്മള് 100 ഇവിടെ കൊടുത്തു അല്ലെ? 100 കൊടുത്തപ്പോ ഇവിടെ 100 0 ആയി അല്ലെ? അത് കോളം വെട്ടി ഇവിടെ 400 ന്ന് 100 കുറച്ച് ബാക്കി 300 എഴുതുക. അടുത്ത റോയിലേക്ക് വന്നേ. അടുത്ത റോയിൽ ഏതാ ലീസ്റ്റ്? ഇതിലേതാ ലീസ്റ്റ്? ഇത് നമ്മൾ എടുത്തു. ഇതിലേതാ ലീസ്റ്റ്? രണ്ടാമത്തെ റോയില്
54 ആണല്ലേ? 54 അല്ലേ? സോ എത്ര കൊടുക്കാം നമുക്ക് അസൈൻമെന്റ്? 320 500 320 കൊടുക്കരുതോ? 320 0 ആയി, കോളം വെട്ടി 500 320 കുറയ്ക്കണം. എത്ര വരും? 180. അടുത്ത റോ എടുത്തേ. അടുത്ത റോ F3 ഏതാ ലീസ്റ്റ്? ഏതാ? 52 ആണ് അതിനകത്ത് ലീസ്റ്റ്. എത്ര കൊടുക്കാം? 240 കൊടുക്കോ 600 കൊടുക്കോ? 240 കൊടുക്കും. പിന്നെന്നാ പ്രശ്നം? 0 ആയില്ലേ? വെട്ടുക. 600 നിന്ന് 240 കുറയ്ക്കുക. 361 വന്നല്ലോ. കോളം വൈസ് ഒന്ന് നോക്കി. കോളം വൈസ് നോക്കി. നീ കോളം വൈസ് W1 ഏതാണ് ലീസ്റ്റ്? 58 ആണ് അല്ലെ? സോ ഇവിടെ കൊടുക്കും. എത്ര കൊടുക്കാം? 200 കൊടുക്കോ 180 കൊടുക്കോ? 180 കൊടുക്കും. 180 കൊടുത്തപ്പോ ഇവിടെ 0 ആയില്ലേ? ഇത് വെട്ടരുതോ? ഇവിടെ 180, 200 180 കുറയ്ക്കണം. എത്ര വരും? 20. അടുത്ത കോളം എടുക്കുക. അടുത്ത W2 എടുക്കുക. W2 ഏതാ ചെറുത്? 56. 280 കൊടുക്കോ 300 കൊടുക്കോ? 280 കൊടുക്കും. എന്താ സംശയം? സോ 0 ആയി, വെട്ടി. ഇവിടെ 300 എത്ര കുറയ്ക്കണം? 280 കുറയ്ക്കണം. 280 20 അല്ലേ? 20 വരും. അടുത്ത കോളം എടുക്കുക. അടുത്ത കോളം W4 ഉണ്ടോ? ലീസ്റ്റ് ഉണ്ടോ? ഉണ്ട്. 60 ചെറുതാണ്. 360 കൊടുക്കോ? രണ്ടിടത്തും 360 ആണല്ലേ? രണ്ടിടത്തും 360 ഏത് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ ഈ ഡിമാൻഡും കൊടുക്കും. 0 ആയി, വെട്ടി. ഇവിടെയും 0 ആയി. രണ്ടിടത്തും 0 ആവും. അതൊന്നും കുഴപ്പമൊന്നുമില്ല. രണ്ടിടത്തും 0 ആവും കേട്ടോ. ഡമ്മി കോളം ഓൾറെഡി വെട്ടിപ്പോയതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഈ 2 സെല്ലാണ് അല്ലെ? അതിൽ ഏറ്റവും ലീസ്റ്റ് അങ്ങ് എടുത്താൽ മതി. അതിൽ ഏറ്റവും ലീസ്റ്റ് ഏതാ? 66 അല്ലേ? സോ അവിടെ അസൈൻമെന്റ് കൊടുക്കും. എത്ര കൊടുക്കുക? 20 കൊടുക്കോ അതോ 0 കൊടുക്കോ? 20 കൊടുക്കോ? ഏതാ പറ? 0 0 ഇല്ല. ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ? ഇവിടെ പറ്റത്തില്ലല്ലോ. 0 അല്ലേ? 74 കൊടുക്കും. 74 കൊടുക്കേ. 20 കൊടുക്കോ? 20 കൊടുക്കാം. അതാണ്ട് രണ്ടിടത്തും 20 ആണ് അല്ലേ? 20 കൊടുത്തോ. ഇവിടെ വെട്ട്. എന്താണ്? രണ്ടിടത്തും 0 ആയിരുന്നല്ലോ. ഇവിടെ രണ്ടിടത്ത് 0 ആയപ്പോ നമ്മൾ ഇവിടെ വെട്ടിയില്ലല്ലേ? എന്താ പറ്റി? നമ്മൾ മറന്നുപോയി. ഇവിടെ വന്നപ്പോഴല്ലേ നമ്മൾ ലോക്കായ. ഈ കോളം വന്നപ്പോ ഇവിടെ രണ്ടിടത്തും ഇവിടെ 60 ആയിരുന്നല്ലേ ചെറുത്? 60 ആയിരുന്നു ചെറുത്. സോ അവിടെ നമ്മൾ 360 കൊടുത്തു. രണ്ടിടത്തും 360 ആയതുകൊണ്ട് 360 കൊടുത്തു. ഇവിടെയും 0 ആയി, ഇവിടെയും 0 ആയി. അപ്പൊ നമ്മൾ കണ്ട് ഇങ്ങനെ വെട്ടിയില്ലായിരുന്നു. കണ്ടോ? അങ്ങനെ വെട്ടിയില്ല. അതാണ് മുമ്പേ പറ്റിയ തെറ്റ്. അപ്പൊ നിങ്ങൾക്ക് തെറ്റ് മനസ്സിലായല്ലോ. അപ്പൊ ബാക്കി ഏതേ ഉള്ളൂ സെല്ല്? ഇതേ ഉള്ളൂ സെല്ല്. ഓക്കെ. സോ നമുക്ക് എത്ര കൊടുക്കാം? 20 കൊടുക്കാം. ഡിമാൻഡും 20, സപ്ലൈയും 20. എത്ര കൊടുക്കാം? 20 കൊടുക്കാം. ഇവിടെ എല്ലാം സെയിം ആയിട്ട് വന്നില്ലേ? അതാണ്ട് നോക്ക്. സെയിം ആയിട്ട് വന്നല്ലോ. നമ്മൾ ഇത്രയും വരെ ചെയ്തത് ശരിയാണോ എന്ന് അതിൽ നിന്ന് മനസ്സിലാവും നിങ്ങൾക്ക്. രണ്ടിടത്തും 20 വന്നു. സോ അത് നമ്മൾ അങ്ങോട്ടങ്ങ് അലോക്കേറ്റ് ചെയ്തു. ഇനി നിങ്ങളൊന്ന് നോക്കി, ഒന്ന് ആഡ് ചെയ്ത് നോക്കി, ഇൻഡു ചെയ്തിട്ട് ആഡ് ചെയ്ത് നോക്കി ശരിയാണോ? കോസ്റ്റ് എത്ര വരുമെന്ന്. പറഞ്ഞു തരണോ? അത് വേണ്ടല്ലോ. F1 W1 ഉണ്ട്, W2 ഉണ്ട്, ഡമ്മിയിലും ഉണ്ട് അല്ലെ? F1 20 × 74 വരും. ദെൻ 280 × 56 വരും. ദെൻ ഡമ്മി 100 × 0. ഓക്കെ. F2 വരുമ്പോ 180. F2 വരുമ്പോ എവിടെയൊക്കെ ഉണ്ട്? W1 ഉണ്ട് അലോക്കേഷൻ, W5 ഉണ്ട് അലോക്കേഷൻ. W1 ആകുമ്പോൾ 180 × 58 വരും.
W5 ആവുമ്പോ 320 × 54 ആണോ? ആണല്ലേ. F3 വരുമ്പോ W3 ഉണ്ട് അസൈൻമെന്റ്, W4 ഉണ്ട് അല്ലെ. W3 ആവുമ്പോ 240 × 52 360 × 60. ഇത്രയല്ലേ ഉള്ളൂ. എല്ലാം ഒന്ന് ചെയ്ത് നോക്കി എത്ര വരുമെന്ന്. എല്ലാം ഒന്ന് ചെയ്ത് നോക്കി. 86 100 × 58 52. ശരി. ആൻസർ 78,960 വരും കേട്ടോ. കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. വേണമെങ്കിൽ ഞാൻ തന്നെ ഇങ്ങോട്ടേക്ക് ഇടാം കേട്ടോ. ഇതാ കിട്ടിയോ? സീനുണ്ടോ? പ്രശ്നമുണ്ടോ? എളുപ്പമല്ലേ? ശ്രദ്ധിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. ഇടയ്ക്ക് എന്റെ ഒന്ന് മൈൻഡ് ഔട്ട് ആയപ്പോഴാണ് എനിക്ക് ആ ഒരു ചെറിയ തെറ്റ് പറ്റിയ കണ്ടോ. അങ്ങനെ തെറ്റ് പറ്റി കഴിഞ്ഞാൽ ചിലപ്പോ ഇപ്പൊ നമ്മള് ബാക്കൊക്കെ അടിച്ച് പോയത് കൊണ്ടാണ്. ഇതേ ബാക്കൊക്കെ പറ്റും, കമ്പ്യൂട്ടറല്ലേ, ബാക്കൊക്കെ അടിച്ചു പോകാൻ പറ്റും. പക്ഷെ നമ്മൾ പേപ്പർ ചെയ്ത് കഴിഞ്ഞാല് ഇതൊക്കെ തുടച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ പാടൊക്കെ കിടക്കും. നമ്മൾ വീണ്ടും ചെയ്യുമ്പോൾ വീണ്ടും തെറ്റാനായിട്ടും ചാൻസ് ഉണ്ട്. സോ മാക്സിമം തെറ്റാതെ പതിയെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ പ്രാക്ടീസ് ആകും തോറും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അതിൽ എക്സ്പേർട്ട് ആവും. പ്രാക്ടീസ് ചെയ്യണം, തരുന്ന ഹോംവർക്കുകളൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ഹോംവർക്ക് തരാം. നമ്മുടെ ടെക്സ്റ്റിലെ തന്നെ ഒരു പ്രോബ്ലം ഞാൻ ഹോംവർക്ക് തരാം. നിങ്ങളത് എനിക്കൊന്ന് ചെയ്ത് അയക്കുക. ഏത് മെത്തേഡില്? നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ മെത്തേഡിലും ലീസ്റ്റ് കോസ്റ്റ് സെൽ മെത്തേഡിലും ചെയ്ത് അയക്കുക. ഏതാണ് പ്രോബ്ലം എന്നുള്ളത് ഞാൻ പറയാം. നമ്മുടെ ഇലിസ്ട്രേഷൻ 28 ഹോംവർക്ക് ആണ്. ഇലിസ്ട്രേഷൻ 28 ഹോംവർക്ക് ആണ്. അത് ഏതൊക്കെ മെത്തേഡ് ചെയ്യണം? നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ മെത്തേഡിലും അതുപോലെ ലീസ്റ്റ് കോസ്റ്റ് സെൽ മെത്തേഡിലും ചെയ്ത് അയക്കുക. എല്ലാരും അയക്കണേ കേട്ടോ. ആരും അയക്കാതിരിക്കരുത്. നിങ്ങൾ അയക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്റെ പ്രതീക്ഷ തെറ്റിക്കരുതേ കേട്ടോ. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ. നമുക്ക് അടുത്ത ദിവസം നോക്കട്ടെ. വേറെ പ്രോബ്ലം ചെയ്യിപ്പിക്കാൻ പറ്റും, സമയം കിട്ടും എന്നുണ്ടെങ്കിൽ നമുക്കൊരു നോർത്ത് വെസ്റ്റ് കോർണറിന്റെ അതുപോലെ ലീസ്റ്റ് കോസ്റ്റ് സെല്ല് മെത്തേഡിന്റെ കൂടെ ഒരു പ്രോബ്ലം ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് നമ്മൾ പഠിക്കും. ടെക്സ്റ്റിലെ ആൻസർ കിട്ടത്തക്ക രീതിയിലുള്ള സംഗതികളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ. ഹോംവർക്ക് മറക്കരുത്. ഇലിസ്ട്രേഷൻ 28 മസ്റ്റ് ആയിട്ട് ചെയ്യുക, എനിക്ക് അയക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.